വടക്കേടത്ത് രാജേന്ദ്രൻ ചേട്ടൻ? അതെ. ഒരു വീട് വാടകയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, വീട് വാടകയ്ക്ക്? അതെ, വരണം. ചേട്ടാ, ഇത്രയും വലിയ വീട് എനിക്ക് വലിയ വാടകയൊന്നും തരാനില്ല. ഞാൻ ബാബുസ്വാമി പറഞ്ഞിട്ടാണ് ചേട്ടനെ വിളിച്ചത്. ബാബുസ്വാമി പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മോനൊരു 3000 രൂപ വാടക തരണം. ഇത്രയും വലിയ വീടിന് 3000 രൂപ? എന്റെ മോനെ പോലെയാണ്. 3000 രൂപ തന്നിട്ട് താമസിച്ചോ. നല്ല അടിപൊളി വീട്. എന്റെ മോന് വേണ്ടി വെച്ച വീടാണ്. ശരി, അപ്പൊ വീടൊന്ന് കാണും. ചേട്ടാ, വീട്ടിൽ ഫാനൊക്കെ ഉണ്ടല്ലോ. മോൻ വീട്ടിൽ കയറി റൂമുകളെല്ലാം കാണും. അയ്യോ, മോൻ തൊട്ടുതൊഴിയൊന്നും വേണ്ട. തൊട്ടുതൊഴുതല്ല കേട്ടോ, വീണതാണ്. മോൻ റൂമുകളൊക്കെ നല്ലതൊക്കെ നോക്കിട്ട് വാ. ചേട്ടൻ പറഞ്ഞില്ലേ? ഞാൻ ഉണ്ട്, ഞാൻ കൂടെ വരും. മോൻ എല്ലാവരും നോക്കിട്ട് വാ. പ്രേതം പിടിച്ച് തിന്നായിരുന്നാ കൊള്ളാം. പണി തുടങ്ങി. ജീവനം കൊണ്ട് വലിയ. എവിടെ പോയി ചേട്ടോ? നീ താമസിച്ചോ, പൈസയൊക്കെ പിന്നീട് വന്നാ. എന്തോ എന്തായിരിക്കും അങ്ങനെ ഓടിയത്? താഴെ, ഇനി താഴെ അല്ല, ഇനി മുകളിൽ. ഫാനൊക്കെ ഉണ്ട്, ബെഡും ഉണ്ട്. ശിവനെ, എടി മഞ്ജു, എടി പട്ടി, നിനക്കൊരു കാര്യം അറിയാമോടി? ഈ വീടെടുത്തത് എന്തിനാണോ നിനക്കറിയാമോ? ഇന്ന് രാത്രി ഞാൻ തൂങ്ങിച്ചാവോടി. എന്റെ ശവം കാണാൻ നീ വരും. നീ എന്തൊക്കെ പറഞ്ഞടി? ഫാനുണ്ട്. താങ്ങോ? കൂടുതലൊന്നുമില്ല, ഒരു 50 കിലോ അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ പോയി. നീ എന്തൊക്കെ പറഞ്ഞ? ഞാനൊരാണാണോ എന്നല്ലോ ചോദിച്ചല്ലേ? എനിക്ക് അതാണ് സഹിക്കാൻ പറ്റാത്ത. എടി മഞ്ജു, അങ്ങനെ പറയല്ലടി. എനിക്കിനി ആരുമില്ലടി. എടി മഞ്ജു, നീ വരുമടി, നീ വരും. എന്നാലും നീ അങ്ങനെ പറഞ്ഞല്ലടി എൻ്റെ അടുത്ത്. എനിക്ക് ഒട്ടും സഹിക്കാൻ പോയടി. മഞ്ജു, ഒന്ന് വിളിയടി. മഞ്ജു, നമ്മളെ പണക്കം മാറ്റാടി. നീ വിളിയടി ഒന്ന്. എടി പട്ടി, പണ്ടാറ് ഇതിലെങ്ങനെ തൂങ്ങണത്? ബാബുസ്വാമി പറഞ്ഞനുസരിച്ച് ഇതാണ് വീട്.
ഇവൻ വലിയ സെറ്റപ്പൊക്കെ ആയ ഇവനെ കൈ കെട്ടിട്ട് ഇവനെ ഇന്ന് ഞാൻ ഇവൻ വലിയ സെറ്റപ്പാണല്ലോ. എൻ്റെ പൈസയുടെ പുറത്ത് ഉണ്ടാക്കി തന്നെയമേ. മനുഷ്യനെ കൊല്ലാനായിട്ട് കൈ കിട്ടട്ടവനാ. അയ്യോ ചേട്ടനാ, കണ്ടുപിടിക്കുന്ന ചാടിയുടെ പട്ടി. പിന്നെ പൈസ നോക്കിയോ നീ? ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കണോ? അയ്യോ പൈസ ഇറാ, പൈസ ഇറാ. എന്ന് പൈസ തരും. നാളെയല്ല മറ്റന്നാ. നാളെയല്ല മറ്റന്നാളാ? ഓ നാളെ ഞാൻ മറ്റന്നാ പൈസ തരും. ഓ എന്നിട്ട് നിങ്ങൾ എന്നെ അടിക്കാവോ? മറ്റന്നാ നോക്കട്ടെ. പാവം ചെറുക്കൻ അടിക്കേണ്ടിയായിരുന്നു. എവിടെ നടന്നിട്ട് കൊടുക്കും? മഞ്ജു എടാ സോറിയടാ. നാളെ കഴിഞ്ഞ് മറ്റന്നാ തരണേടാ. ഇതാര്? ഡേയ് 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 ആരടാ നീ? നീ ആരടാ? നീ ആരടാ? ഒരു വർഷം കൊണ്ട് ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞാൻ ഇന്നലെ വാടകയ്ക്ക് എടുത്തപ്പോൾ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. ഡേയ് ഓ ഡേയ് ഒന്നിറങ്ങി പോടേ. ഓ ഷോ ഓ ഓ ഓ ഇതെവിടെ പോയി? എനിക്കിനി തോന്നിയതാണ്. ഇവൻ പോയാ? ഞാൻ ഇവിടെ ഉണ്ടടേ. കുഴിയിലാണെങ്കിൽ ഭയങ്കര ചൂട്, കിടക്കാനും വയ്യ. ഓ നീ ആരാണ്ട് സത്യത്തില്? ഞാൻ കോമളൻ. കോമളനാ? 5 മാസമായി ഞാൻ മരിച്ചിട്ട്. ഈ ഫാനിലാണ് ഞാൻ കെട്ടി തൂങ്ങിയത്. ഈ ഫാനിൽ? അതേടാ. അപ്പൊ നിങ്ങള് പ്രേതമാണാ? അതെ, ഞാൻ പ്രാതോട്. അയ്യോ കുഴിയിലാണെങ്കിൽ ഭയങ്കര ചൂട്. ഈ ചിരി എനിക്ക് പേടയാണ് കേട്ടാ. ഇങ്ങനെ ചിരിക്കല്ലേ കേട്ടാ. അയ്യോ നീ മരിക്കാൻ വേണ്ടി വന്നതാണല്ലേ? നിന്റെ വിഷമം എന്താണ്? ഒരുപാട് കടമുണ്ട് കേട്ടാ. എല്ലാരും എന്നെ കളഞ്ഞിട്ട് പോയി. എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ് ചെയ്ത് നിറയെ പൈസ ഉണ്ടാക്കി. അവസാനം എൻ്റെ മഞ്ജു അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇറങ്ങടാന്ന് പറഞ്ഞ്. അതാണ് കേട്ടോ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. ഞാൻ ഇന്ന് വിഷം പിടിച്ച് മരിക്കാം.
ഞാൻ ഇന്ന് വിഷം പിടിച്ച് മരിക്കും. ഒന്ന് പോയി തരാം ഏട്ടാ. മരിച്ചു കഴിഞ്ഞാലേ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. തീരും ചേട്ടാ, എന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. ഒന്നും അറിയണ്ടല്ലോ. മരിച്ച് കഴിഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങണം. മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തുടങ്ങണമെന്നാ? മരിച്ചു കഴിഞ്ഞാൽ സുഖമല്ലേ? പാറി പാറി നടക്കാല്ല സ്വർഗത്ത് പോയി. സ്വർഗത്തില്ല, അവിടെ പണ്ടത്തെ കിടക്കൊന്നും അല്ല. ഇപ്പം ഭയങ്കര കഷ്ടപ്പാടാണ്. കടക്കാനൂർ അവിടെ ഒരു സ്ഥലം വരെ ഇല്ല. ഒരു പായി 150 എണ്ണം. 150 പേരാ? അതേടാ, 150 വർഷത്തിന് മുന്നേ മരിച്ച ആൾക്കാരാണ് എന്റെ പായിലൊന്ന് കിടക്കണത്. ആഹാരം വരെ കിട്ടാൻ ഒന്നുമില്ല. അതാണ് ഞാൻ അവിടുന്ന് ഇവിടെ വന്ന് 1 വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ ചൂട്. ഞാനും മരിച്ചതാണ്ടാ. ഈ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചതാണ്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് മരിക്കണ്ടേരുന്നെന്ന്. സുഖമായിട്ട് ഇവിടെ ജീവിക്കായിരുന്നു. എൻ്റെ സ്റ്റെല്ല, എല്ലാവരോടും ഞാൻ പറയുന്നു, ജീവിച്ച് കാണിച്ചു കൊടുക്കൂ. ജീവിതമാണ് നമുക്ക് ഏറ്റവും നല്ല. ഒരിക്കലാരും ആത്മഹത്യ ചെയ്യരുത്. സ്റ്റെല്ല ചേട്ടൻ്റെ ആരാ? സ്റ്റെല്ല എൻ്റെ ഭാര്യയാണണ്ടാ. നീ അവളെ കണ്ടിട്ടുണ്ടാ? എന്തൊരു സുന്ദരി എന്നറിയാമോ? ഞാൻ മരിച്ച് 4ൻ്റെ അന്ന് ആ കണ്ണൻ്റെ കൂടെ പോയി അവിടെ ഇപ്പം താമസിക്കുകയാണ്. കഷ്ടപ്പാടും ദുരിതവും ആ കണ്ണനാ. കണ്ണൻ ലോകത്തരികടയാണ്. എന്നാലും ഞാൻ മരിക്കും ചേട്ടാ. എൻ്റെ മഞ്ജു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല ചേട്ടാ. എന്നാലും ഞാൻ മരിക്കും. ടാ, പണമുണ്ടെങ്കിൽ നിന്റെ കൂടെ മഞ്ജു വരൂടാ. അധ്വാനിച്ച് ജീവിരടാ. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിരടാ. മഞ്ജു വരും. നീ പൈസ ഉണ്ടാക്ക് കഷ്ടപ്പെട്ട്. എന്നിട്ട് അവള് വന്നില്ലെങ്കിൽ നീ വേറെ കെട്ടറാ. അതാണ് നല്ലത്. നീ അവള് പോട്ടറാ. മഞ്ജുവിനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഇറങ്ങി പൊക്കോടാ. അപ്പം ഞാൻ മരിക്കണ്ട ചേട്ടാ. എനിക്ക് അവിടെ പോയി കഷ്ടപ്പെടാനൊന്നും പറ്റൂല. എടാ, നീ അവിടെ വന്നാലേ 150 വർഷം മുമ്പേ മരിച്ച കിളവിയാർ അവിടെ ഉണ്ട്. നിനക്ക് ഇവിടെ ആകുമ്പം രമണി, രാഷ്മ, ശിശീല, ഷക്കീല, ഹണി റോസ് ഇതിനെല്ലാത്തിനെയും കണ്ടൂടെ? ഇതല്ലേടാ സുഖം. ഇതിൽ കൂടുതൽ എന്തൊരു സുഖം വേണം? ഞാൻ മരിക്കുന്നില്ല. എനിക്ക് ജീവിക്കണം. ഞാൻ ജീവിച്ച് കാണിക്കും. പോയാ? ഇതെവിടെ പോയി? ഇത്ര പെട്ടെന്ന് ആവിയായ? അയ്യോ.